തൊഴിലാളികളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന നിലപാടുകളാണ് ഈ കഴിഞ്ഞ പാർലമെന്റിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുള്ള ബില്ല് നമുക്ക് ചർച്ച നടന്നുവെങ്കിലും പാർലമെന്റിനകത്ത് ചർച്ച നടത്തി രാജ്യസഭയിൽ ചർച്ച നടത്തി പക്ഷേ അത് സ്വന്തം പറ്റിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഭരണാധികാരികൾ അതെല്ലാം തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് ആ തൊഴിലുറപ്പ് മേഖല പൂർണ്ണമായിട്ടും പച്ച തകർക്കുന്ന നിലപാടുകൾ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ പാവപ്പെട്ടവർ താല്പര്യം അനുഭവിക്കുന്നവർ പിന്നെ തെരുവിൽ അതിന് കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നു നിൽക്കുകയാണ് എന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് സംഭവമില്ല. ഒന്ന് ഐക്യ ഗവൺമെന്റ് കാലത്ത് ഇടതുപക്ഷ സംസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന നിലപാട് സ്വീകരിക്കുന്ന BJP ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൽ ഈ പറഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികളും അണിചേരുകയാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏതാണ്ട് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭരണമണി മുഴങ്ങുന്ന ഈ സന്ദർഭത്തിൽ അനുഭവിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 22 ലക്ഷം തൊഴിലാളികളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ തെരുവിലാകാൻ വേണ്ടി പോകുന്നത് യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിഞ്ഞു പോകുന്നതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ നമ്മളെല്ലാം പറയുമ്പോൾ ഐക്യവേദി യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സമരം നടക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം INUC വരെ ഈ സമരത്തിൽ ഒന്നിച്ച് അണിചേരാൻ അവർക്ക് താല്പര്യമില്ല. അത് മറ്റൊരു രാഷ്ട്രീയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളം വിട്ടാൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ INUCയും ഈ പറഞ്ഞ മറ്റ് UTUCയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് കക്ഷികളെല്ലാം തന്നെ ഈ സമരരംഗത്ത് അണിചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ BJP ഗവൺമെന്റിന്റെ ജനദ്രോഹ, തൊഴിലാളി ദ്രോഹ, കർഷക ദ്രോഹ നയത്തിനെതിരായിട്ട് ഈ ലേബർ കോഡിന് എതിരായിട്ട് അതിശക്തമായി ഉയർന്നു വരുന്ന ഈ പ്രതിഷേധം രാജ്യത്ത് താക്കീതായി ഭരണാധികാരികൾക്ക് ഒരു താക്കീതായി മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് വരുന്ന നാളുകൾ, ഞാൻ പറഞ്ഞ 8ാമത്തെ പണിമുടക്കാണ്. ഈ പണിമുടക്കൊന്നും അവസാനിക്കാൻ പറ്റില്ല. തുടർന്ന് വരുന്ന നാളുകളിൽ ഉയർന്നു വരുന്ന സമരം ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന് ഈ ഭരണാധികാരികൾ കുത്തറിയുന്ന തരത്തിലേക്ക് രാജ്യത്തെ തൊഴിലാളികൾ അണിചേരാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ പണിമുടക്കിൽ 25 കോടിയോളം വരുന്ന തൊഴിലാളികളാണ് അണിചേർന്ന സഖാക്കളെ ഈ ഇന്നത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനും ഇരട്ടി വരാനുള്ള സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനകത്ത് വന്നിട്ടുള്ള ജനദ്രോഹ ബഡ്ജറ്റാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടപ്പാക്കാൻ പോകുന്ന ഈ പദ്ധതികളെല്ലാം തന്നെ ജനദ്രോഹമാണ്, തൊഴിലാളി ദ്രോഹമാണ്, കർഷക ദ്രോഹമാണ്. ഇതിനെതിരെ നമുക്ക് കേന്ദ്ര തോൽപ്പിക്കുന്നതായിട്ടുള്ളത് മാത്രം ഈ സന്ദർഭത്തിൽ താങ്കൾ പറഞ്ഞുകൊണ്ട് ഇവർ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ ഈ സമരത്തെ ANPC നേതാവ് അനുഭവിക്കുന്നത് പ്രിയ സഖാക്കളെ, കേരളം ഇന്ന് ജീവിത നിലവാരത്തിൽ മറ്റ് ഏത് സംസ്ഥാനത്തേക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നമുക്കെല്ലാവർക്കും. അതിലേറ്റവും കൂടുതൽ ജനവിഭാഗം തൊഴിലാളികളാണ്. തൊഴിലെടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള സേവന വേതന വ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം അത്രേ കേരളം. ഇത് എങ്ങനെ നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ സംഘടിതമായ തൊഴിലാളികളുടെ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടങ്ങളുടെയും ഫലമായിട്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. സംഘടിതവും അസംഘടിതരുമായിട്ടുള്ള തൊഴിലാളികൾ ധാരാളമുള്ളതാണ് നമ്മുടെ ഇന്ത്യ. ഇതിൽ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും വികസനം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് തൊഴിലാളികളാണ്. തൊഴിലാളികൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായി, കർഷകരുടെ കഠിനമായ അവരുടെ സേവനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഭക്ഷ്യസമ്പത്തും അതേ കണക്ക് തന്നെ വികസനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടുമുള്ള എല്ലാവിധ വികസന